പാലക്കാട് വണ്ടാഴിയിലെ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതങ്ങൾ കണ്ടെത്തി. ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണത്തിനിടയിലാണ് വട്ടെഴുത്തുകൾ കണ്ടെത്തിയത്. 13-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടവയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. പൂർണ്ണമായും മണ്ണ് മൂടിക്കിടന്ന കരിങ്കൽ പാളികൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുന്നതിനിടയിലാണ് ക്ഷേത്ര ബലിക്കല്ലിൽ വട്ടെഴുത്ത് കണ്ടെത്തിയത്. ഇത് വായിച്ചെടുക്കാൻ പലതവണ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെന്ന് അന്നേ വ്യക്തമായി. 2023 ഡിസംബറിൽ കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയത്തിലെ ഓഫീസർ ഡോക്ടർ കൃഷ്ണരാജ് ക്ഷേത്രത്തിലെത്തുകയും വട്ടെഴുത്തിന്റെ പകർപ്പ് കൊണ്ടുപോവുകയും ചെയ്തു. പ്രാഥമിക പരിശോധനയിൽ വട്ടെഴുത്ത് 13-14 നൂറ്റാണ്ടുകളിലേതെന്നാണ് വിലയിരുത്തൽ. അന്നത്തെ രാജാവ് ക്ഷേത്ര ചിലവുകൾക്ക് സമർപ്പിച്ച വസ്തുവകകളുടെ കണക്കാണ് വട്ടെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. ചേരരാജ കുടുംബത്തിന്റെ ഭാസ്കര രവിവർമ്മ രാജാവ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇത്ര പറ നെല്ലും ഇത്ര അരിയും ഇന്ന സാധനങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് ഈ ബലിക്കല്ലിലെ ലിഖിതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടും ബലിക്കല്ലിൻ്റെ ലിഖിതം പരിപൂർണമായിട്ട് വിസിബിലിറ്റി ഇല്ലാത്ത കാരണം കംപ്ലീറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വലിയ ദുർഗാക്ഷേത്രമായതിനാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ക്ഷേത്രം പണി പൂർത്തീകരിച്ചിട്ടില്ല. ഏറെ അത്ഭുതത്തോടെയാണ് ഇവിടെ എത്തുന്ന വിശ്വാസികളടക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലിഖിതം നോക്കിക്കാണുന്നത്. 24 പാലക്കാട്. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത വരുന്നു. സ്വർണത്തിൻ്റെ വില 1,00,000 രൂപ കടന്നു. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു പവന് 50,000 രൂപയായിരിക്കുന്നു. 1,00,000 രൂപ. ഇപ്പോൾ എക്സാക്ട്ലി പറഞ്ഞാൽ പവൻ ഇപ്പോൾ 50,400 രൂപയാണ്. 1 ഗ്രാമിന് 6,300 രൂപ സ്വർണ്ണവില എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക?